ഖുറാനും ബൈബിളും വായിച്ചിട്ടുണ്ട്. എനിക്ക് ഖുറാനിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതെൻ്റെ പോരായ്മയാണെങ്കിൽ ആർക്കെങ്കിലും പഠിപ്പിക്കാം. പക്ഷെ ഞാൻ വായിക്കുമ്പോഴും അവിടെയൊക്കെ ജിഹാദിന്റെ ആഹ്വാനമാണ് ഞാൻ കേൾക്കുന്നത്. പരിശുദ്ധ ഖുറാനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ലോകത്തിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളൊക്കെ ഔപചാരികമായി ആരംഭിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് 1864 ആരംഭിച്ച എൻവയൺമെന്റൽ സൊസൈറ്റിക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് മലകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ ഖുറാനേക്കാൾ കൂടുതൽ കരുത്തുള്ള ഒരു എൻവയൺമെന്റൽ ബുക്ക് ഈ ലോകത്തിൽ ഇല്ല എന്നാണ് ഞാൻ അന്ന് അവരോട്. മധുചേട്ട ഖുർആാനെന്നല്ല, ഇനി ബൈബിൾ ആയിക്കോട്ടെ ഭഗവത്ഗീത ആയിക്കോട്ടെ, അതിനെ സമീപിക്കുന്ന ഏതൊരാളും അയാളുടെ മനസ്സിന്റെ വിശാല ചിന്താഗതിയും മനസ്സിന്റെ വെളിച്ചവും നന്മ അനുസരിച്ചായിരിക്കും ഈ തുറക്കുന്ന ഗ്രന്ഥത്തിൽ നന്മ കാണാൻ കഴിയുക. ദുഷിച്ച മനസ്സുമായി മ്ലേച്ഛമായ മനസ്സുമായി ഏത് വിശുദ്ധമായ ഗ്രന്ഥത്തെ മറിച്ച് നോക്കിയാലും നമുക്ക് നല്ലത് കാണാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ ഖുർആന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ അതേ മെന്റാലിറ്റിയിലാണ് എങ്കിൽ ഞാൻ ഗീത എടുത്ത് മറിച്ച് നോക്കുന്നു. എന്താണ് ഗീത? കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുന് ശ്രീകൃഷ്ണൻ കൊടുത്ത തത്വോപദേശങ്ങളാണല്ലോ. പാണ്ഡവ കൗരവ യുദ്ധം, ആ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് പാണ്ഡവപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അർജുനൻ വരുന്നു, കൗരപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദുര്യോധനൻ വരുന്നു. കുരുക്ഷേത്ര ഭൂമിയിലേക്ക് നോക്കുമ്പം അർജുനൻ കാണുന്ന ആരെയൊക്കെയാണ്? പിതാക്കന്മാർ, പിതാമഹന്മാർ, പിതൃവ്യന്മാർ, കുടുംബക്കാർ, അയൽവാസികൾ, സ്നേഹിതന്മാർ. ഒരു നിമിഷം ഒന്ന് വിറച്ചുപോയി, തൊണ്ട ഇടറിപ്പോയി, കയ്യിലിരുന്ന അസ്ത്രം മെല്ലെ നിലത്തേക്ക് വീണു. അർജുന്റെ നിൽപ്പ് കണ്ട ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ഊർജ്ജസ്വലനാക്കാൻ വേണ്ടി കൊടുത്തൊരു ഉപദേശം എന്താണ്? ഹതോവാ പാപ്സിസേ സ്വർഗ ജിതോവാ ബോഷിസേ മഹിം തസ്മാദുഷ്ടിത കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. അർജുന, ശങ്കിച്ച് നിൽക്കണ്ട, യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് ഊർജ്ജസ്വലനായി ഇറങ്ങൂ. ഈ യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിനക്ക് അധികാരമുണ്ട്. നീ അതല്ല, നീ രക്തസാക്ഷിത്വം വഹിക്കുകയാണെങ്കിൽ മരണാനന്തരം പരലോകത്ത് നിനക്ക് സ്വർഗമുണ്ട് എന്ന് അർജുനെ ഊർജ്ജസ്വലനാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആരെയാണ് അർജുൻ അഭിമുഖീകരിക്കുന്നത്? അതിൽ പിതാമഹന്മാരും പിതൃവ്യന്മാരും എന്തിനേറെ ഗുരുസ്ഥാനീയർ വരുണ്ട്. അപ്പം ഞാൻ ഒരു നെഗറ്റീവ് ചിന്താഗതിക്കാരനാണെങ്കിൽ എനിക്ക് എങ്ങനെ അതിനെ കാണാം? ഗുരുസ്ഥാനീയർ, പിതാമഹന്മാരൊക്കെ ഉള്ള ആ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി അർജുനെ പ്രേരിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ സ്വർഗം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭഗവത്ഗീത അകവായനയിലേക്ക് പോകുമ്പം ഭഗവത്ഗീതയ്ക്ക് പലതരത്തിലുള്ള പല ആംഗിലുള്ള വായനയുണ്ട്. അതിലൊരു വായന കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു, സഹായിച്ചു എന്നുള്ളതാണ്. അവിടെയും ഒരു നെഗറ്റീവായ ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ നമുക്കതിനെ മോശമായി ചിത്രീകരിച്ചൂടെ? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മുഴുവനും കോണ്ടസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവന്മാർ വിജയശ്രീ ലാളിതരായി നിൽക്കുകയാണ്. അപ്പോഴതാ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് കടന്നു വരുന്നു കുരുവംശജരുടെ മാതാവായ ഗാന്ധാരി. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ, തൻ്റെ വേണ്ടപ്പെട്ടവർ, തൻ്റെ കുടുംബക്കാരെല്ലാം മരണപ്പെട്ട് കിടക്കുന്ന വേളയിൽ ദുഃഖാർദ്ധരയായി ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഇന്നേക്ക് 36 കൊല്ലം ഇതിനേക്കാൾ വലിയ പ്രയാസം നീ അനുഭവിക്കേണ്ടി വരും, നീ സ്ഥാനഭ്രഷ്ടനാകും, നിന്റെ കുലവും മുടിഞ്ഞു പോകും എന്ന് ശാപപ്രാർത്ഥന നടക്കുകയാണ്. ആ 36ാമത്തെ കൊല്ലം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 36ാമത്തെ കൊല്ലം ശ്രീകൃഷ്ണന്റെ ഭരണസിരാകേന്ദ്രമാകുന്ന ദ്വാരകയിൽ അദ്ദേഹം മദ്യം നിരോധിച്ചിരുന്നു. പക്ഷേ യദുക്കളും കൃഷ്ണന്മാരും ദ്വാരകയിൽ യഥേഷ്ടം മദ്യം സേവിച്ചിരുന്നു. ഒരിക്കൽ ശ്രീകൃഷ്ണൻ തീർത്ഥാടന യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദ്യം സേവിച്ച കാരണം കൊണ്ട് തന്നെ സ്വയം നില മറന്നുകൊണ്ട് അവിടെ ഒരു ആഭ്യന്തര കലാപം യദുക്കളും കൃഷ്ണന്മാരും തമ്മിൽ പുറപ്പെട്ടിരുന്നു. പക്ഷേ അത് തടയാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിൽ വേദനിച്ച അദ്ദേഹം ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വന്നപ്പോൾ ദ്വാരകയിലേക്ക് അർജുനെ വിളിച്ചു വരുത്തി. തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇഹലോകവാസം വെടിയുകയാണ്, ഞാൻ ഈ ഭൂമുഖത്ത് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം വനത്തിലേക്ക് പോയി ധ്യാനനിരതനായിരിക്കുന്നു. ഒരു വേടന്റെ അമ്പ് അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലി തറക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. ഇവിടെ എന്തെല്ലാം നെഗറ്റീവായ രൂപത്തിൽ വിശദീകരിക്കാൻ കഴിയും. പക്ഷേ ഇതിനൊക്കെ ഒരു കോണ്ടസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞതിന് മുഴുവൻ കോണ്ടസ്റ്റ് ഉണ്ട്. ഈ വേടൻ അവസാനം വന്ന് ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്, എന്നോട് മാപ്പാക്കണം, എന്നെ ശപിക്കരുതെന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാപ്പ് നൽകി അദ്ദേഹം മരണപ്പെടുകയാണ്.
അപ്പൊ ഇതിനൊക്കെ ഒരു അർത്ഥതലമുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, പോസിറ്റീവായ വിശദീകരണമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളൊരു നെഗറ്റീവായ ചിന്ത വെച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഇതൊക്കെ എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, അർജുനോട് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന മറ്റൊരു ഉപദേശമാണ്, ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ കാര്യം, ശ്രേയസ്കരമായ കാര്യം അവൻ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനോട് ശ്രീകൃഷ്ണൻ ഉപദേശം തെറ്റായി വ്യാഖ്യാനിച്ചൂടെ? അപ്പൊ ഈ ഗ്രന്ഥങ്ങളുടെ പ്രശ്നമല്ല, ധർമ്മസ്ഥാപനം എന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്, തിന്മക്കെതിരെ നന്മ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ തെറ്റായ രൂപത്തിൽ ഏത് വേദഗ്രന്ഥത്തെയും നമുക്ക് ആളുകൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്താൻ കഴിയും. അത് ആ ഗ്രന്ഥത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ മനസ്സിന്റെ ഇരുട്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.